ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് 24th ഡിസംബർ ആട്ടോ. അപ്പം എന്ത് ചെയ്യും ഇപ്രാവശ്യം ക്രിസ്മസിനെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് തോന്നിയത് വലിയ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. സോ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് എഡിൻബ്ര പോകാമെന്ന്. എഡിൻബ്ര നമ്മൾ ഇതുവരെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോയിട്ടില്ല. സോ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ പ്രിസ്റ്റൺ വഴിയാണ് പോകുന്നത്. അവിടെ ഒരു പൈനൂർ കിച്ചൺ എന്ന് പറഞ്ഞൊരു മലയാളി കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് ആ വഴി നേരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കൊരു 4 hours ഒക്കെ ഉണ്ട് കേട്ടോ എഡിൻബ്രയ്ക്ക്. അങ്ങനെ ഏകദേശം ഒരു ഹാഫ് ജേണിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി എത്താൻ ഏകദേശം ഒരു 1-1.25 മണിക്കൂറോടുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ എഡിൻബ്ര എത്തും. ബാക്കി വിശേഷമൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഒരു 4 hour ജേണി കഴിഞ്ഞ് നമ്മളിത് എഡിൻബ്ര എത്തി കേട്ടോ. എഡിൻബ്ര ടൗണിൽ തന്നെയാണ് ക്രിസ്മസ് മാർക്കറ്റ് വരുന്നത്. സോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന നോവോട്ടലിലാണ്. ക്രിസ്മസ് മാർക്കറ്റിന് തൊട്ടടുത്താട്ടോ. നമുക്ക് കാറിലൊക്കെ ഒരു 6 minutes ഒക്കെ വരുന്നുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ ഇറങ്ങാൻ പോവാണ്. ഗൂഗിളിൽ നോക്കിയപ്പം 10 o'clock വരെ ക്രിസ്മസ് മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് ചിലപ്പം ടൈമിൽ ചേഞ്ച് വരാം. സോ നമുക്ക് വേഗം ഇറങ്ങാം. ജസ്റ്റ് ഒരു 6 minutes ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഹോട്ടലിൽ നിന്ന്. നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ആയിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് താഴോട്ട് നടക്കുമ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് ആട്ടോ. എന്ത് ഭംഗിയല്ലേ ഈ ബിൽഡിങ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും എഡിൻബ്രയിൽ ക്രിസ്മസ് വേറൊരു വൈബ് തന്നെ കേട്ടോ. ലണ്ടനിൽ വേറൊരു വൈബാണ്. പക്ഷേ എനിക്ക് എഡിൻബ്രയിൽ എന്തോ ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഭയങ്കര രസം. ശരിക്കും ആ ക്രിസ്മസിൻ്റെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ എൻട്രൻസിലെത്തിയപ്പം എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി കേട്ടോ. മിക്ക റൈഡ്സിലെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഒരു സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചപ്പം ആൾ പറഞ്ഞു ഇന്ന് ക്ലോസ് ആക്കി, ഇനി 26th ഉണ്ടാവുള്ളൂ, 25th ഓഫ് ആട്ടോ. സോ നമ്മൾ ഇവിടം വരെ വന്നിട്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണാതെ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ. സോ നമ്മൾ വിചാരിച്ചു ഇന്നെന്തായാലും നമ്മളിവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട്. നാളെ നമുക്ക് സ്കോട്ട്ലൻഡിൻ്റെ കുറച്ച് ഇന്നർ സൈഡിൽ പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് നിന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് വീണ്ടും എഡിൻബ്ര 26th വന്നിട്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണാമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ കേട്ടോ. നമ്മൾ മനസ്സിലാഗ്രഹിച്ചപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാത്തതിൻ്റെ വിഷമം എനിക്കും, എന്നെ ക്രിസ്മസ് മാർക്കറ്റ് കാണിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ആൽബിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ വിചാരിച്ചു നമ്മുടെ വിഷമം മാറ്റാൻ പോയി ഫുഡ് കഴിക്കാമെന്ന്. ക്രിസ്മസ് ഈവായിട്ട് എന്ത് കഴിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മക്കാനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നമുക്ക് ഓർമ്മ വന്നത്. ഇതിൻ്റെ റിവ്യൂസ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിവിടെ വന്നിട്ട് ഇവരുടെ ബീഫ് മന്തി ഓർഡർ ചെയ്തു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പെരി പെരി അൽഫാം വാങ്ങി, പിന്നെ നാനോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി. എല്ലാം ഒന്നിനൊന്നും നല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല. വീട്ടിലല്ല, ഹോട്ടലിൽ പോവാം. അപ്പം ഈ ലൈറ്റ് ഇട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നത് എഡിൻബ്ര കാസിലാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് മനസ്സിലാകുന്നില്ല, പക്ഷെ എനിക്ക് അതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നാളെ നമുക്ക് എഡിൻബ്ര കാസിൽ കാണാൻ പോവാം. രാവിലെ സമയമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ് ആൻഡ് മെറി ക്രിസ്മസ്. നമ്മൾ രാവിലെ തന്നെ ഒരു പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തേ. ഇന്ന് നമുക്ക് ഇനഫ് ടൈം ഉണ്ട്. നമ്മൾ നാളെ തിരിച്ചു പോകുന്നുള്ളൂ. നാളെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ടിട്ട് പതിയെ തിരിച്ചു പോകുന്നുള്ളൂ കേട്ടോ. സോ നമ്മൾ വിചാരിച്ചു ഇന്ന് എഡിൻബ്ര ജസ്റ്റ് ഒന്ന് കാണാമെന്ന്. എഡിൻബ്ര കാസിലും പിന്നെ ആ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാം. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു കേട്ടോ സ്ട്രീറ്റ്. സാധാരണ ഇതിനു മുമ്പ് ഞാനിവിടെ വന്നപ്പം ഭയങ്കര റഷായിരുന്നു. നമുക്ക് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പം വലിയ കംഫർട്ടബിൾ ആയിരിക്കില്ല. നമ്മൾ കുറേ ആൾക്കാരുണ്ട്, ഭയങ്കര തിരക്കുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കാം ആൻഡ് ക്വയറ്റായിട്ട് നടക്കാം. ഷോപ്സൊക്കെ മിക്കതും ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. 25th ആണല്ലോ. പക്ഷെ നമുക്ക് എഡിൻബ്ര കാസിലൊക്കെ കാണാം. പിന്നെ 1-2 ഷോപ്സൊക്കെ തുറന്നിട്ടുണ്ടാവും. പിന്നെ ക്രിസ്മസ് വൈബൊക്കെ എൻജോയ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം എഡിൻബ്ര കാസിലിൻ്റെ ഒരു അടുത്തുള്ള വ്യൂ കാണാൻ വേണ്ടി ചുമ്മാ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ വഴിയിൽ കണ്ട 1-2 ഷോപ്സിലൊക്കെ നമ്മൾ കയറി ചുമ്മാ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നും വാങ്ങിയില്ല, ഒന്നും വാങ്ങാൻ ഉണ്ടായിരുന്നില്ല നമുക്ക്. അപ്പോൾ ചുമ്മാ സാധനങ്ങളൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ പോവാട്ടോ.
അപ്പം നമ്മളിതേ എഡിൻബ്ര കാസലിൻ്റെ തൊട്ടടുത്ത് എത്തി കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നപ്പം ഭയങ്കര റഷായിരുന്നു. നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ തിരക്കായിരുന്നു കേട്ടോ. ഇപ്പം ഇന്നിവിടെ ഒട്ടും തിരക്കില്ല. റിലാക്സ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ നല്ല ടൈമുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മളവിടെ നിന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും സ്ട്രീറ്റിൻ്റെ താഴോട്ട് നടക്കാൻ തുടങ്ങി. അപ്പം അവിടെ കുറച്ച് ഷോപ്സൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് 1-2 ഷോപ്സൊക്കെ മാത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വഴി പോകുമ്പം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഹാരി പോട്ടർ ഫാൻസിന് എപ്പോഴും ഈ പ്ലേസ് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിരിക്കും, പ്രത്യേകിച്ച് ഡയഗൺ ആലിയൊക്കെ. നമുക്കവിടെ ഒരു ചെറിയ മ്യൂസിയം ഒക്കെ ഉണ്ട് ഹാരി പോട്ടർ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ ശരിക്കും ഭയങ്കര മെമ്മറബിൾ ആട്ടോ. പിന്നെ അന്ന് വന്നപ്പോഴും ഇവിടെ ഇതേ സ്കോട്ടിഷ് ഡ്രസ്സൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടുന്ന ആൾക്കാരുണ്ട്. ഇന്ന് നമ്മൾ മുകളിലോട്ട് പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറ്റിയേ, പിന്നെ ഓഫ് ഡേ ആയതുകൊണ്ടായിരിക്കുന്നു. താഴോട്ടിറങ്ങി വന്നപ്പോൾ ഇതേ അവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം എഡിൻബ്രയോട് ടാറ്റ ബൈ ബൈ പറയുക കേട്ടോ. നമ്മൾ നാളെ തിരിച്ചു വരും. ഇന്ന് നമ്മൾ വേറെ ഒരു Airbnb സ്റ്റേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. ഇത് ഏകദേശം ന്യൂ കാസലിൻ്റെ അടുത്തായിട്ട് വരും, പക്ഷേ തൊട്ടടുത്തല്ല, ഒരു 45 മിനിറ്റ്സ് മാറി. അപ്പോൾ നമ്മൾ എഡിൻബ്രയിൽ നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം എത്താറായി. ഇനി ഒരു 5-10 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പം ഇതേ നമ്മൾ എത്തി കേട്ടോ. ഇതല്ല നമ്മുടെ സ്ഥലം, ഇത് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അവരൊരു ഏകദേശം നമ്മുടെ Airbnbയുടെ അടുത്തായിട്ടുള്ളൊരു കോട്ടേജ് ആട്ടോ. ഇത് പഴയ സ്കോട്ടിഷ് കോട്ടേജ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നമ്മുടെ ക്യാബിൻ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഉള്ളൊരു വേറെ കോട്ടേജ് ആട്ടോ. ഇത് പഴയ സ്കോട്ടിഷ് കോട്ടേജ് ആണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ എൻട്രൻസ് ഒക്കെ കാണാൻ. ഞാൻ രാവിലെ മെരിക്ക് കാണിച്ചു തരാം. ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ക്യാബിൻ്റെ എൻട്രൻസ്. അതിൻ്റെ അകത്ത് 4 ക്യാബിനാട്ടോ വരുന്നത്. ഈ ഫെയറി ലൈറ്റ് മാത്രമുള്ള എൻട്രൻസിൽ. പിന്നെ നമ്മുടെ ക്യാബിൻ്റെ അകത്ത് ചെറിയ ഫെയറി ഇത് നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയതാട്ടോ, ഏതെങ്കിലും ഷോപ്സ് ഓപ്പൺ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ക്രിസ്മസ് ഡേ അല്ലേ, ആരെങ്കിലും തുറക്കുമോ? പക്ഷെ നമുക്ക് വെള്ളം വേണമായിരുന്നു. പിന്നെ രാവിലത്തേക്ക് മിൽക്ക്, പിന്നെ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം. പിന്നെ രാത്രി ഫുഡും കഴിക്കണം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെയും തുറന്നിട്ടില്ല. സോ നമ്മൾ വിചാരിച്ചു ന്യൂ കാസിൽ 45 മിനിറ്റ്സേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പം ന്യൂ കാസിലിൽ അത്യാവശ്യം ഹൈ സ്ട്രീറ്റിൽ 1-2 കട തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ ഈ ഒരു ചൈനീസ് കടയിൽ വന്നതാണ്. ഇത് ലിവർപൂളിലൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ട് ബോക്ക് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇത് മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കോംബോ, നമുക്കൊരു ബോക്സിൽ കോംബോ ആയിട്ട് ചൂസ് ചെയ്യാം. റൈസ് അല്ലെങ്കിൽ നൂഡിൽസ്, അതിൻ്റെ കൂടെ പെപ്പർ ചിക്കൻ, ഗാർലിക് ചിക്കൻ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു ചില്ലി ചിക്കനും നൂഡിൽസും പിന്നെ പൊട്ടാറ്റോ ഫ്രൈസും ആണ്. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരു 45 മിനിറ്റ്സ് 1 അവർ ഡ്രൈവ് ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ഞാൻ ചെറുതായിട്ട് മാത്രമേ ഇന്നലെ കാണിച്ചുള്ളൂ നിങ്ങളെ. കാരണം ആ ഒരു നൈറ്റ് വ്യൂവിൽ എനിക്ക് ബാക്കി ഔട്ട് സൈഡ് വ്യൂ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം മോർണിംഗിൽ ഞാനൊരു ഫുൾ ഓൺ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ. ഇതൊരു ഹട്ട് പോലെ ഇരിക്കും, ഭയങ്കര കോസി ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ള ഒരു ഹട്ടാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഷൂവും സാൻഡൽസും ഒക്കെ ഇടാൻ വേണ്ടി അവിടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഫയർ പ്ലേസ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും 2 ആൾക്കാർക്കേ പറ്റുള്ളൂ. പക്ഷേ അവരൊരു എക്സ്ട്രാ ബെഡ് തന്നിട്ടുണ്ട്, നമുക്ക് 3ാമത് ഒരാൾ കൂടെ കിടക്കാൻ പറ്റും. പിന്നെ 2 കൗച്ചുണ്ട്, ഇനഫായിട്ടുള്ള സ്പേസിങ് ഉണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ എല്ലായിടത്തും ഡ്രീം ക്യാച്ചേഴ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇവിടെ ഫെയറി ലൈറ്റ്സേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ലൈറ്റ്സ് ഒന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 3-4 Airbnbs ഇങ്ങനെ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തു, ഹട്ടും ക്യാബിൻസും ഒക്കെ ആയിട്ട്. എല്ലായിടത്തും ഈ ഫെയറി ലൈറ്റ്സ് ഒരു ഭയങ്കര അട്രാക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇവിടെ നെസസറി ആയിട്ടുള്ള മിക്ക സാധനങ്ങളും അവർ തന്നിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ബാഗൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് സെപ്പറേറ്റ് കിച്ചൺ കുറച്ച് മാറിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ടോയ്ലറ്റും പുറത്താണ്. നമ്മുടെ ഹട്ടിൻ്റെ പേര് ഓറ എന്നാട്ടോ, നല്ല പേരല്ലേ. പിന്നെ ആ കാണുന്ന അവിടെ ഒരു ഡ്രോ പോലെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അവർ കപ്പ്, കോഫി ഉണ്ടാക്കുന്ന കോഫി പൗഡർ, ടീ പൗഡർ, കപ്പ്, അങ്ങനത്തെ സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഒരു കെറ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ സാധനങ്ങളാണുള്ളത്. ഈ ഒരു ചെറിയ ഹട്ടിൽ ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ കാണുന്നതിൻ്റെ അകത്താണ് കണ്ടോ, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്.
അപ്പുറത്ത് അവർക്ക് വേറൊരു കിച്ചണും ഉണ്ട്. പിന്നെ അവിടെ ചെറിയൊരു ടേബിൾ വരുന്നുണ്ട്, ഒരു 2 പേർക്കിരുന്ന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ടൊരു ടേബിള്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കട്ടിൽ. ഇവിടെ നമുക്ക് 3ാമത്തെ ഒരാൾക്ക് കൂടെ കിടക്കാൻ പറ്റും. പിന്നെ അത്രയൊക്കെ തന്നെ. ബെഡ് സൈഡ് ടേബിളുണ്ട്, ചെയറുണ്ട്, എന്ത് വേണം. എന്ത് രസമായിട്ടല്ലേ അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഭയങ്കര കോസി ആയിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ ഫയറൊക്കെ കത്തിച്ചുകൊണ്ട് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ ആയപ്പോൾ കുറച്ച് തണുത്തു കിട്ടും. അപ്പം നമ്മൾ രാവിലെ പിന്നെയും കുറച്ച് ലോക്സൊക്കെ പെറുക്കേണ്ടി വന്നില്ല, അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നമ്മൾ കത്തിച്ചു. അപ്പോൾ ഇതാണ് ഔട്ട് സൈഡ് വ്യൂ. ഇവിടെ 4 ഇതുപോലത്തെ ഹട്ടാട്ടോ വരുന്നത്. 4 എണ്ണത്തിലും ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു ഹട്ടിൻ്റെ അകത്തെ ഒരു ഭംഗി മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ അമ്മേ ഭയങ്കര ലവ്ലി ആയിട്ടുള്ളൊരു പ്ലേസ്, ഒന്നും പറയാനില്ല, ഭയങ്കര രസം. ഇതാട്ടോ നമ്മുടെ കിച്ചൺ ഞാൻ പറഞ്ഞത്. ഇതൊരു ക്യാരവനിലാണെന്ന് തോന്നുന്നു ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ അതിൻ്റെ അകത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ 4 ഹട്ടിന് 4 സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ട്. ഭയങ്കര വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ്. ഇതാണ് നമ്മുടെ ഓറാന്ന് പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് 4 ടോയ്ലറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് കിച്ചൺ കാണാം. കിച്ചണാണ് ഭയങ്കര രസമാണ്, ഭയങ്കര സ്പേഷ്യസ് ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജുണ്ട്, ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അവനുണ്ട്, പിന്നെ ബാക്കി വേണ്ട എല്ലാ സാധനം. ഒരു മിനി ഫ്രിഡ്ജുണ്ട്. വാഷിംഗ് മെഷീൻ മാത്രം ഞാൻ കണ്ടില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. കോഫി പൗഡർ, ആവശ്യത്തിലധികം പ്ലേറ്റ്സും കപ്സും, ഇരുന്ന് കഴിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മൾ മാഗി വാങ്ങിച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ നമ്മുടെ അടുത്ത് ബ്രെഡ്, ന്യൂട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് തട്ടിക്കൂട്ടി കോഫിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം വേറെ ആൾക്കാർക്കും വരണമല്ലോ. എല്ലാവർക്കും കോമൺ കിച്ചൺ ആയതുകൊണ്ട് വേറെ ആൾക്കാർക്കും വരേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് വേഗമാക്കാം എല്ലാം. ഇതാട്ടോ ഇവരുടെ വാഷ്റൂം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ ഹട്ടിനും ഓരോ നെയിംസ് ഉണ്ടല്ലോ, ആ നെയിംസ് അനുസരിച്ചായിരിക്കും വാഷ്റൂമിൻ്റെ പേര്. അപ്പം നമുക്ക് തരുന്ന കീ വെച്ച് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ വേറെ ഔട്ട്സൈഡേഴ്സിനൊന്നും ഇതിൽ കയറാൻ പറ്റില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വേഗം റെഡി ആയിട്ട് നമുക്ക് പോവാം. നമുക്ക് നേരെ എഡിൻബ്രയ്ക്ക് പോവാം ഇനി. അങ്ങനെ ഇതേ ഫൈനലി നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അവിടെ എത്തിയേക്കുക. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. ഒരു 4:30-5 മണി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടിയായിരുന്നു. ഭയങ്കര റഷ് ഉണ്ട് കേട്ടോ. ഇന്നലെ ക്ലോസ്ഡ് ആയിട്ട് ഇന്ന് ഓപ്പൺ ആക്കിയത് തന്നെ കുറേ പേര് എനിക്ക് തോന്നുന്നു ഇത് കാണാൻ വേണ്ടി തന്നെ കുറേ ഇന്നലെയൊക്കെ മുതൽ ദൂരെ നിന്നൊക്കെ വന്നവരുണ്ടാവുമായിരിക്കും. ഭയങ്കര തിരക്കായിരുന്നു. പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയാട്ടോ. ആ ലോങ് വ്യൂവിൽ നമുക്ക് റൈഡ്സൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ റൈഡ്സിലൊന്നും കയറാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ മാർക്കറ്റും ഒക്കെ ഒന്ന് കാണാം. ആ ഒരു ലൈറ്റും ഒക്കെ വെച്ച് കാണുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ. ഞാൻ നേരത്തെ മുതൽ എഡിൻബ്രയിൽ വരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ക്രിസ്മസ് മാർക്കറ്റിൽ. എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റി. അപ്പോൾ എന്തായാലും നമുക്കിനി ക്രിസ്മസ് മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വരാം.